എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഈ ചേച്ചിയ അല്ലെങ്കിൽ വിജയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തരും സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെയും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമെത്തുന്ന അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നലത്തെ വീഡിയോ കണ്ടായിരുന്നു എല്ലാവരും. അപ്പോൾ ഡാഡിയുടെ ബർത്ത്ഡേക്ക് ഒത്തിരി പേര് വിഷ് ചെയ്തു. ഞാൻ ആർക്കും സെപ്പറേറ്റ് ഞാൻ അതിന് റിപ്ലൈ കൊടുത്തില്ല. എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. ഞാൻ ഡാഡിയെടുത്ത് പറഞ്ഞു, ഡാഡിയും പറഞ്ഞ് എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞേക്കാൻ. അപ്പം ഷീലയല്ല ജോയി, ഒരു ഷീല എന്നാ പേര്. അപ്പോൾ പുള്ളിക്കാരി ചോദിച്ചത് എന്താ ഡാഡിയെ കൊണ്ട് കേക്ക് കട്ട് ചെയ്യിപ്പിക്കുന്നത്, വീഡിയോ ഇടാൻ. ഞാൻ ഡാഡി അങ്ങനെ കേക്ക് കട്ട് ചെയ്തതൊന്നുമില്ല, അറിയിച്ചാൽ തന്നെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തത്. അങ്ങനെ കേക്ക് കട്ടിങ്ങായിട്ടൊന്നും ചെയ്തില്ല. പിന്നെന്താ, പിന്നെ ബിരിയാണിക്ക് ഇത്രയും മസാല വേണമെന്ന് വെച്ചാൽ ഇവിടെ ഇച്ചിരി മസാല ഇവർക്ക് വേണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, മസാല വേണ്ടാത്തവർ അത്രയും സവാളയൊന്നും എടുക്കണ്ട, അത്രയും പൊടികളും ചേർക്കണ്ട. നമുക്ക് ഇത്തിരി മസാല വേണ്ടിയതായത് കൊണ്ട് അത്രയും സവാള എടുത്ത് മസാലകളും ചേർത്ത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. എല്ലാവരും വീഡിയോ കാണുക, വീഡിയോയ്ക്കൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഫേസ്ബുക്കിലും സമയമുള്ളപ്പം ഒന്ന് ഫേസ്ബുക്കിലെ വീഡിയോകൾ കണ്ടിട്ട് ഒന്ന് ഫോളോ ചെയ്തേക്കണം. ഈ വീഡിയോ കണ്ടാൽ നമുക്ക് പ്രയോജനമില്ല, അതൊന്ന് ഫോളോ ബട്ടൺ പ്രസ് ചെയ്യണം, എന്നാലാണ് നമുക്ക് പ്രയോജനമുള്ളത്. ഓക്കെ. അന്നേരം രാവിലത്തേക്ക് കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് ഞാൻ അന്ന് മാർക്കറ്റിൽ പോയണ ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഞാൻ ഇഞ്ചിയൊക്കെ വാങ്ങിക്കാൻ നിന്നുണ്ടെ ഞാൻ എൻ്റെ ജീവിതത്തിൽ വെച്ചിട്ടില്ല ഇത്. ഈ വഴുതനങ്ങ ഇരിക്കുന്ന ഒരു പുള്ളിക്കാരി വാങ്ങിക്കുന്നത് കണ്ടോണ്ടെ ഞാനും വാങ്ങിച്ചതും. അപ്പോൾ ഇന്ന് അതാ തോരൻ വെക്കുന്നേ. അപ്പോൾ ഞാനതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിക്കാം. എൻ്റെ രീതിയിൽ ഞാനൊരു മെത്തേഡിൽ അങ്ങ് ചെയ്യുക. അമ്മയ്ക്ക് ഞാൻ ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കൊഴിയാള എന്നാണ് പറയുന്നത്. കൊഴിയാള മീൻ എങ്ങനെയാണ് വെട്ടുന്നതെന്നൊന്ന് കാണിക്കാം കേട്ടോ, ഞാൻ വെട്ടുന്ന രീതി. അപ്പം ഞാനേ ഏപ്രിലൊക്കെ ഒന്നിട്ടേ, ഞാൻ സാധാരണ ഏപ്രിലേ ഇടാറേ ഇല്ല. അപ്പം ഇട്ടൊന്നിട്ടിട്ട് മീൻ വെട്ടുന്ന കാണിക്കാം കേട്ടോ. ഓക്കെ. ആദ്യം ഞാൻ കറി വെക്കുവാണെങ്കിൽ പുളി ഉണ്ടല്ലോ, നമ്മുടെ തോട്ടുപുളി കഴുകി അതിൻ്റെ വെള്ളം എടുക്കും. ആ വെള്ളത്തിലാണ് മീനിട്ട് കഴുകിയെടുക്കുന്നത്. അപ്പം നന്നായിട്ട് ഉളുമ്പ് പോകും. പലരും പല രീതിയിൽ ചെയ്യും. ചില ഉപ്പിട്ട് ചെയ്യും, വിനാഗിരി ഇട്ട് ചെയ്യും, ഗോതമ്പ് പൊടി ഇട്ട് ചെയ്യും. ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ, നന്നായിട്ട് അതിൻ്റെ ഉളുമ്പെല്ലാം പോകും. ആദ്യം ഞാൻ പുളി ഒന്ന് കഴുകിയെടുക്കട്ടെ. പുളി താണ്ടേ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴുകണേ. അറിയാം, എല്ലാവർക്കും അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ. കാരണം ഇത് പുകയറയിലൊക്കെ വെച്ചായിരിക്കുമല്ലോ ചിലപ്പോൾ ഉണങ്ങുന്നത്. അതിൻ്റെ ചിലപ്പം മുറ്റത്ത് വെച്ചായിരിക്കും. ഇപ്പം ഇച്ചിരി മണ്ണും പുകയൊക്കെ കാണും. ഞാനൊരു 3-4 തീരെ കഴുകി, എന്നിട്ട് ഇത്രയും വെള്ളം ഒഴിച്ച് ഞാനിവിടെ കുടിക്കാൻ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. ആ ചരുവത്തിൻ്റെ മണ്ടയിൽ വെക്കും. അപ്പോഴത്തേക്കിന് ഇത് നന്നായിട്ട് സോഫ്റ്റായി ഒരു പുളിയൊക്കെ ഇറങ്ങും ഇതിൻ്റെ അകത്ത്. കണ്ട് ഇതാണ് കൊഴിയാള. കണ്ട് ഈ വാലിൻ്റെ അവിടെ ഒരു ഇത്തിരി മുരുത്തുണ്ട്. ഇതിൻ്റെ വലിയതാണെങ്കിൽ ഞാൻ തൊലിയിരിക്കും. ഇത് എനിക്കങ്ങനെ തൊലിയിരിക്കാൻ പറ്റിയിട്ടില്ല. പ്രാവശ്യം തൊലിയിരിക്കാൻ പോയപ്പോഴേ എൻ്റെ സ്കിന്നൂടെ അങ്ങ് പോയി. അപ്പം ഞാൻ ആദ്യം ചെയ്യുന്നതേ ഇവിടുത്തെ മുള്ളൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കളയും. ഇതിൻ്റെ തലയും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കേട്ടോ. ഞാൻ ചിലപ്പോൾ അത് ഇച്ചിരി വറക്കും. 2 സൈഡിലും ഇതും കളയും. എന്നിട്ട് ഇങ്ങനെ വെച്ച് ഈ മുരുത്തുണ്ടല്ലേ, ഈ മുരുത്തം കണ്ടിക്കും. അഥവാ നമുക്ക് കൈ കൊണ്ട് ഇത് പാട പോലെ ഇളക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇളക്കാം. അല്ലെങ്കിൽ ഞാൻ പിച്ചാത്തിയും കൂടെ അച്ചതുമ്പലെങ്ങാനും ഉണ്ടെങ്കിലേ ഇങ്ങനെ നല്ലതായിട്ടങ്ങ് ചിരണ്ടിക്കളയും. തലയും കൂടെ കറി വെക്കണമെങ്കിൽ ഇങ്ങനെ ചെകിളെടുത്ത് കളയണം.
അകത്തെ എല്ലാം കളയും. ഇനി നമുക്ക് കഴുകാൻ നേരം നന്നായിട്ട് ഈ പിച്ചാത്തിയുടെ മുനമ്പ് കൊണ്ടേ ഇതിൻ്റെ ആ മുള്ളിൻ്റെ ഇടയ്ക്കോട്ട് ആ കറുപ്പിച്ചിട്ട് കാണും. അപ്പോൾ ഞാൻ ഇങ്ങനെ അങ്ങ് ഇടുക പുളിവെള്ളത്തിലോട്ട്, പിന്നെ നമുക്ക് വെട്ടി മാറ്റാം. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എല്ലാം ചെയ്യുന്നത്. ഇനി എല്ലാം ഒന്ന് വെട്ടിയെടുക്കട്ടോ കേട്ടോ. ഞാനിപ്പോൾ 2-3 തവണയൊന്ന് കഴുകി, എന്നിട്ട് വീണ്ടും ഞാനിങ്ങനെ ഈ ചട്ടിയിലിട്ട് ഇങ്ങനെ നമ്മൾ കറക്കി ഒന്നുകൂടെ ചെയ്യുന്തോറും അതിൻ്റെ ഉളുമ്പൊക്കെ അങ്ങ് പോകും കേട്ടോ. അപ്പം ഇങ്ങനെ ഈ ചട്ടി നമ്മൾ പണ്ട് ഇങ്ങനെ അമ്മമാരിങ്ങനെ ആയിരുന്നു, ഉപ്പ് കല്ലിട്ടിട്ട് ഇങ്ങനെ ചട്ടിയിലിട്ട് തന്നെ അതിനെ ഉരയ്ക്കും. അപ്പോൾ അതിൻ്റെ ആ ഉളുമ്പെല്ലാം അങ്ങ് പോകും. അപ്പോൾ ഞാനിതെല്ലാം ഒന്നുകൂടെ ഒന്ന് കഴുകിയിട്ട് പീസാക്കി എടുക്കട്ടെ. വെട്ടി കഴുകിയെടുത്തു. ഇച്ചിരി കറി വയ്ക്കാനും ഇച്ചിരി വറക്കാനും എടുത്ത് വെച്ചിട്ടുണ്ട്. വഴുതനങ്ങ കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടേക്ക് വരുന്നേ. ഇനി അത് നന്നായി കഴുകി പിഴിഞ്ഞെടുക്കാം. ഇതിൽ കുറേ ഞാൻ അരി കാണിക്കാമേ. അതിൻ്റെ അരി ഉണ്ടോ അത് പോട്ടെ. വീണ്ടും ഞാൻ ഇങ്ങനെ റിപ്പീറ്റ് 1-2 പ്രാവശ്യം കഴുകുന്നുണ്ടേ. എവിടെ കഴുകണം, അന്നേരം അരികളൊക്കെ അങ്ങ് പോകും. അരി നമുക്ക് വേണ്ട. നമ്മൾ കഴുകും തോറും ആ അരികൾ ഇങ്ങനെ വരും. ഞാനൊരു 4-5 പ്രാവശ്യം ഇങ്ങനെ കഴുകി ആ അരി അങ്ങ് കളഞ്ഞു. കൈ കൊണ്ട് ഇങ്ങനെ കോരിയിട്ടൊന്നും കൈ കിട്ടുന്നില്ല. ഞാൻ പിന്നെ ചിന്തിച്ചെന്നാ ഈ അരിപ്പയും കൊണ്ട് ഇങ്ങനെ എടുക്കാമെന്ന്. ഓരോ പ്രാവശ്യവും ഇത്രച്ച കളഞ്ഞാൽ നമുക്ക് ഒന്നാമത് ഇതങ്ങ് വേവുന്നുണ്ടെങ്കിൽ അങ്ങ് അവിഞ്ഞു പോവും. അതുകൊണ്ട് ഞാൻ എല്ലാം ഇങ്ങനെ അരിപ്പയും കൊണ്ട് ഇങ്ങനെ ഒന്ന് കോരി എടുക്കട്ടെ. രണ്ടാമത്തതിൽ ഇത്രയും അരി കിട്ടി. 3-4 തീര കഴുകി. നമ്മൾ എത്ര കഴുകും തോറും അരി ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. അതുകൊണ്ട് ഞാൻ 3-4 പ്രാവശ്യം കഴുകി ഇങ്ങനെ വെള്ളം വാലാൻ വെച്ചേക്കുവാണേ. നിന്നോട് ദാണ്ട നിന്റെ കൂടി ഇങ്ങ് വന്നോ? വേണ്ട, നിന്നോട് ഞാൻ പറഞ്ഞല്ലേ എടുക്കരുത്. നോക്ക് തലയിട്ട് തുറക്കാൻ നോക്കുക. നീ ആരേലും വരുന്നിടം വരെ നീ ആ ലിഫ്റ്റിൽ നിന്നു. തുറന്നെടുത്തേരങ്ങ് പോട്ടെ. ആ പോ ഇങ്ങോട്ട്. അപ്പോഴേ അന്നത്തെ ദിവസം ഉണ്ടല്ലോ, ഞാൻ ഈ അടുക്കളയിൽ നിന്നാൽ എനിക്കെല്ലാം കാണാൻ ലീവൻ വരുന്നതല്ല. അപ്പോൾ അന്ന് USA നിന്ന് ആൻറ്റി വന്നപ്പോഴും പറഞ്ഞ്, വിജിക്ക് ഇവിടെ നിന്ന് വെളിയിലോട്ട് നോക്കി കുക്കിംഗ് ചെയ്യാനൊക്കെ നല്ലതായില്ലേ, ഈ നാട്ടുകാരെല്ലാം പോകുന്നതെല്ലാം കാണാൻ. ഞാൻ പറഞ്ഞ ആണെന്ന്. അപ്പം ഞാൻ അടുക്കളയിൽ നിന്നുകൊണ്ടേ ഇവനാണെങ്കിൽ ഇങ്ങോട്ട് ടേൺ ചെയ്തപ്പോഴേ ഇങ്ങനെ ആരെയോ കണ്ട് ചിരിച്ചിങ്ങനെ വരുന്ന പോലെ ഭയങ്കര സന്തോഷത്തിൽ വരുന്ന പ്രൈസ്. ഞാൻ അപ്പം ചിന്തിച്ച്, നമ്മളിപ്പോൾ ഒരു വ്യക്തിയെ കാണുമ്പോൾ എങ്ങനെ നമ്മളെ പരിചയക്കാരെ കാണുമ്പോൾ നമ്മൾ ചിരിക്കുന്നത് എങ്ങനെ, അതുപോലെ ഞാൻ ചിന്തിച്ച് ഇനി ആരെ ഇവൻ്റെ കൂട്ടുകാരൻ കാണാൻ അവിടെ ഇപ്പോട്ടോ. ഞാൻ അങ്ങനെ എനിക്ക് അടുക്കളയിൽ നിന്ന് അങ്ങനെ കൂടുതൽ ഇവനിങ്ങനെ അടുത്ത് ഇങ്ങോട്ട് നടന്ന് വരുന്നതോറും കാണത്തില്ല. അങ്ങനെ ഞാൻ ഹോളിൽ പോയി നിന്ന് നോക്കണേ, എന്തുവാ ഈ പൂച്ച ഒരു ബൈക്കിൻ്റെ മണ്ടേ കയറി കിടക്കുക. അതിനെ എടുക്കാൻ പറ്റുമോ? ഞാൻ നോക്കണം ഇങ്ങനെ വാരി എടുക്കാൻ പോകുന്നു. പൂച്ച ഇങ്ങനെ കുതറാൻ തുടങ്ങുന്നു. ഞാൻ ഇവിടെ നിന്ന് വിളിച്ച് ഇങ്ങനെ പൂച്ച ഈ പിള്ളേരെ ഇഷ്ടമായി ഇവരുടെ കൂടെ ഒക്കെ നടക്കും, എല്ലാ ആൾക്കാരുടെയും കൂടെ വരുമ്പോൾ ഈ ചാൻസ് അതിനെ ഇവന് വാരി എടുക്കാൻ ചെല്ലുമ്പോൾ അത് കുതിര് മാറുമ്പം ഞങ്ങൾക്ക് നാട്ടി വെച്ച കുഞ്ഞിലെ ഒത്തിരി അനുഭവം ഉണ്ടായിട്ടുള്ള അങ്ങനെ അതിൻ്റെ നഖം കൊള്ളും നമുക്ക്. ഞാൻ ഇവിടെ നിന്ന് വിളിച്ചു പ്രൈസ് തന്നെ. അവൻ വെട്ടം വിട്ട് എന്നിട്ട് കയറി വന്നിട്ട് അവൻ്റെ കൂടെ ഇതിൻ്റെ തൊഴിലങ്ങനെ ആൾക്കാരുടെ കൂടെ ലിഫ്റ്റിൽ ഇങ്ങനെ ഇരിക്കും. വേറെ ആരെങ്കിലും തുറക്കുന്ന സമയത്തായിരിക്കും പിന്നെ താഴെ പോകുന്നത്. മേളും താഴെയായിട്ട് ആശാൻ ഇങ്ങനെ നടപ്പാണ്. അപ്പം ഞാൻ അടുക്കളയിൽ വന്നോണ്ടേ നല്ല കിളികിലിക്കിലാ സൗണ്ട്, ഇലക്കരി എന്ന് പറയത്തില്ലേ, അതാണെന്ന് തോന്നുന്നു. ഞാൻ കാണിക്കാം കേട്ടോ. സ്പാരോ
ഇവിടെയൊക്കെയുള്ള പോളിൻ്റെ ഇതിനെ കഴിച്ചിരുന്ന വലിയ പിള്ളേർ എല്ലാവർക്കും ഈ പൂച്ച പട്ടിയെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ സൺഡേ പ്രയർ കഴിഞ്ഞോട്ട് തന്നെ ഈ പൂച്ച താഴെ നിൽക്കുന്നത്. അപ്പോൾ പോളിനേക്കായി ഒരു മൂത്ത കൊച്ചനാണ് ജോലിയൊക്കെ ചെയ്യുന്നതാണ്. അവനും ഇതിനെ കണ്ടോണ്ട് ഇതിന് അവരുടെയൊക്കെ അടുത്ത കാലേ ചെന്നങ്ങ് ഉരുമ്മി അങ്ങ് നിൽക്കുക ആൾ. കാരണം ഇവരൊക്കെ എപ്പോഴും നിങ്ങളെ താലോലിക്കുന്നതല്ലേ, അപ്പോൾ അതിന് അറിയാമല്ലേ. അപ്പോൾ ഞാൻ ചിന്തിച്ചു ദൈവമേ നമ്മളൊക്കെ ഈ പിള്ളേർ അന്നേരം ഈ പിള്ളേരെ നമ്മൾ സമ്മതിക്കണമല്ലേ. പിന്നെ ഞാൻ കൂടുതലൊന്നും കാണിക്കത്തില്ല. അവർ കാണുന്നുണ്ടെങ്കിൽ പറയുന്നത് അച്ഛൻ നോക്ക് ചെയ്യുന്നത് ഒരു കുഴപ്പമില്ലല്ലേ, കടിക്കുന്നില്ലല്ലോ, ഇതാണ്. അപ്പം നമ്മളെത്രത്തോളം മാറ്റി നിർത്താമോ അത്രയും നല്ലത്. എന്തെങ്കിലും വന്നിട്ട് നമുക്കൊന്നും പറയാനൊക്കത്തില്ലല്ലേ, എന്തോരം ചെയ്തിട്ട്. കഴിഞ്ഞ ദിവസം അതുപോലെ ഞാൻ അങ്കിൾ പോട്ടെ നമ്മുടെ എൻ്റെ ഡാഡിയുടെ അനന്തരവൻ ബാബുച്ചാൻ വരുന്നെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ അന്നേരം അവർ നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ എത്തിയെന്ന് പറഞ്ഞ് റീച്ചാൻ ഫോൺ ചെയ്തിട്ട് റീച്ചാൻ താഴോട്ട് പോയി. അപ്പം ഞാൻ ഈ ജനാലിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുക. അപ്പം കാണാം വേറൊരു കൊച്ച് അപ്പുറത്തെ ബിൽഡിങ് 9C അവൾ ബിസ്ക്കറ്റും കൊണ്ട് വന്ന് ഈ പൂച്ചയുടെ അടുത്ത് വന്ന് നിൽക്കുക, പൂച്ചയ്ക്ക് കൊടുക്കാൻ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. അതിനിങ്ങനെ എല്ലാവരും അതിനെ താലോലിക്കുന്നു, തീറ്റിക്കുന്നു. അതുകൊണ്ട് അതിങ്ങനെ എല്ലാ A നമ്പർ B നമ്പർ ഇങ്ങനെ അങ്ങ് നടക്കുക. കാണാനും നല്ലൊരു സുന്ദരി കുട്ടിയാണ്, പൂച്ചക്കുട്ടിയാണ്. അങ്ങനെ ഞാൻ മീൻകറി വയ്ക്കാനായിട്ട് എല്ലാം ഒന്ന് വഴട്ടി, മുളക് പൊടി എല്ലാം ഒന്ന് വഴട്ടി, ഇപ്പോൾ ഉലുവാപ്പൊടിയും കൊടുത്തിനി അരപ്പൊന്ന് തിളച്ച് വന്നിട്ട് മീനോട് പറക്കിയിട്ട് കൊടുക്കട്ടെ. ഞാൻ 1-2 എണ്ണം ഇങ്ങനെ തലയും വാലുമായിട്ട് കട്ട് ചെയ്തുള്ളൂ. ബാക്കി ഞാനിങ്ങനെ വലിയ മീൻ ഇങ്ങനെ വരഞ്ഞൊന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നല്ലതായിട്ട് മസാലയൊക്കെ കയറി പിടിക്കും. ഇതിൽ ഞാൻ തേങ്ങ, 1-2 വെളുത്തുള്ളി, ഇച്ചിരി ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇന്ന് ഞാൻ സ്നാപിറ്റിയിൽ നിന്ന് വന്നവരെയും കൊണ്ട് ഞാൻ ഈ ജനലെല്ലാം ഇന്ന് കഴിപ്പിച്ച് ഇന്നതായിരുന്നു തൂത്തുനടപ്പും ജനലും ചെയ്യിപ്പിച്ചു 1 മണിക്കൂറിനകം. ഈ കമ്പനിയിൽ നിന്ന് ആൾക്കാരെ വിളിക്കുന്നതിൻ്റെ അന്ന് എൻ്റെ ജോലി തീരത്ത്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് രാവിലെ ഇതെല്ലാം അവർ വരുന്ന ഉടനെ ആ 1 മണിക്കൂർ ഞാൻ അവരുടെ പുറകെ നടന്നേ ഒക്കത്തുള്ളൂ. അപ്പോൾ അവർ വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ തോരൻ വെച്ചത്. നമ്മൾ പറയുന്ന സമയത്തിന് കൂടുതൽ ആൾക്കാർ ബൈ ചാൻസ് ആരെങ്കിലും ഒന്ന് ഫോൺ ചെയ്ത് പറയും 5-10 മിനിറ്റ് ഉണ്ടെങ്കിൽ നേരത്തെ വരട്ടേന്ന്. അപ്പോൾ അതിന് മുമ്പിട്ട് ഞാൻ ഈ കിച്ചണിലെ എല്ലാം നമുക്ക് അധികം ഇങ്ങനെ ഈ കൺജസ്റ്റഡായിട്ട് സാധനങ്ങളൊക്കെ ഇങ്ങനെ അതൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ അതെല്ലാം ഒന്ന് മാറ്റി വെക്കും. അല്ലെങ്കിൽ തറയൊക്കെ തൂക്കാൻ പറ്റത്തില്ലല്ലേ, നമ്മളുടെ അടുത്ത് മാറ്റി കൊടുക്കണ്ടേ. അതുകൊണ്ട് എല്ലാവരും വരുന്നതിന് മുമ്പിട്ട് എല്ലാം ഒന്ന് അതിന് മുമ്പിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ ഒന്ന് ചെയ്തു വെക്കും. ഞാനിപ്പോൾ ഈ വഴുതനങ്ങ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഒട്ടും വെള്ളം ഒഴിക്കണ്ട. ഈ വഴുതനങ്ങയിൽ നിന്ന് വെള്ളം ഇറങ്ങും. നന്നായി മിക്സ് ചെയ്തിട്ട് ഇച്ചിരി ഒന്ന് ആവി അതിൻ്റെ അകത്തുനിന്ന് വന്നപ്പോൾ ഞാൻ പിന്നെ ചെറിയ തീയിലിട്ട് അതൊന്ന് വേവണമല്ലോ ഇച്ചിരി വേവിക്കാനായിട്ട്. പക്ഷേ ലാസ്റ്റ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. നല്ല അടിപൊളി തോരനായിരുന്നു. ഞാൻ ചിന്തിച്ച് ഇവിടെ ഇവർക്ക് ആർക്കും ഇഷ്ടപ്പെടത്തില്ലെന്ന്, ആർക്കും മനസ്സിലായില്ല. ഒരാൾ ചോദിച്ച് ക്യാപ്സിക്കത്തിൻ്റെ തോരനാണെന്ന് തോന്നുന്നു. റീച്ചാനും ചോദിച്ചു, പോളും ചോദിച്ചു. എന്തു വന്നാലും ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന സംഭവം അടിപൊളിയായിരുന്നു. ഇനിയും ഞാൻ കിട്ടുമ്പം ഇത് വാങ്ങിച്ചിങ്ങനെ ഉണ്ടാക്കും. മീൻ വറക്കാൻ ഞാൻ ഇച്ചിരി കറിവേപ്പില ഇട്ടിട്ടാണ് മീൻ ഇട്ടത്. അപ്പോൾ നിങ്ങൾ ഒന്നിക്ക് ഒത്തിരി ഓയിലുണ്ടെന്ന്. ഞാൻ ഇച്ചിരി ഓയിൽ ഒഴിച്ച്, ഞാൻ പറഞ്ഞില്ലേ ഈ സ്റ്റൗവേ ഇച്ചിരി ഒന്ന് ചരിഞ്ഞതുപോലെ എന്തോ സംതിങ്, ഈ ഇങ്ങനെ പാനൊക്കെ വെക്കുമ്പോൾ ഒരു ഇച്ചിരി ചരിവുണ്ട്. അപ്പോൾ ഓയിലെല്ലാം ഇങ്ങ് വന്ന് കിടക്കും. അതുകൊണ്ടാണ് ഇച്ചിരി ഓയിൽ ഇങ്ങനെ ഒഴിക്കേണ്ടി വന്നത്. ഞാൻ മീനൊന്ന് അടച്ചു കൊടുക്കുവേ അവിടെ എല്ലാം ഒന്ന് എണ്ണ തെറിക്കാതിരിക്കാനേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.